യു എയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ചിട്ട് ഇന്നിപ്പോൾ യു എയിലെ പാരൻസിന് പലപ്പോഴും അവിടെ തന്നെ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു +2 കഴിയുന്ന പാരൻസിനായാലും കുട്ടികൾക്കായാലും അവിടെ യൂസ് ടു ആയിട്ടുള്ള സാറായാലും അവിടെ ജീവിച്ച് വളർന്ന ആളാണ്. അപ്പോൾ സാറിനായാലും കുട്ടികൾ അവിടെ വളർന്നു വരുമ്പോൾ നമ്മളും കണ്ടിട്ടുണ്ട് അവിടുത്തെ കുട്ടികൾക്ക് അവിടെ തന്നെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ സാറിൻ്റെ സജഷൻസ് എന്താണ്? യെസ്, യു എയിൽ എസ്പെഷ്യലി നമ്മൾ ദുബായ്, അബുദാബി, ഷാർജ എന്നുള്ള രാജ്യങ്ങളെ പറ്റിയിട്ടാണ് സ്ഥലങ്ങൾ കൂടുതൽ പറയുന്നെങ്കിൽ കൂടി ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ തന്നെ ഇപ്പോൾ ഒമാൻ ആണെങ്കിലും അല്ലെങ്കിൽ ദോഹ, ഖത്തർ, സൗദി അറേബ്യ ഇവിടെയൊക്കെയുള്ള പാരൻസിൻ്റെ ഒരു മേജർ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് വിട്ട് പഠിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കൂട്ടുകെട്ട് എന്തായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഡ്രഗ്സിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ കുറച്ച് ഡൗട്ട്സൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യയാണ് വേറൊരു ഓപ്ഷൻ. ഇന്ത്യയുടെ കേസിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യ നമ്മുടെ രാജ്യമാണെങ്കിൽ കൂടി സ്റ്റിൽ ഈ പറഞ്ഞ പോലെ അവർ ദുബായിൽ ജനിച്ച് വളർന്ന് ഉള്ള ആ ഒരു അവരുടെ ഫ്രണ്ട്സും അവരുടെ ഫാമിലി സർക്കിളും എല്ലാം അവിടെ ആയിട്ടുള്ള ഉടനെ അത് വിട്ടിട്ട് ഇന്ത്യയിലേക്ക് വിടണോ എന്നുള്ള കൺസേൺസും ഉള്ള വലിയൊരു വിഭാഗം പാരൻസ് ഉണ്ട്. അതേ സമയത്ത് എസ്പെഷ്യലി ഈ പറയുന്ന UAE അല്ലെങ്കിൽ ദുബായിലൊക്കെ ധാരാളം യൂണിവേഴ്സിറ്റികൾ, പുതിയ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. സോ ദർ ഈസ് മോർ ഓപ്ഷൻ ഫോർ ദ പാരൻസ് നൗ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ കുട്ടികൾ അവിടെ തന്നെ നിർത്തി പഠിപ്പിച്ച്, ഒരു പക്ഷേ ഈ പറയുന്ന ദുബായിലുള്ള പാരൻസ് ഒക്കെ വർഷങ്ങളോട് ദുബായിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ അവരെ ഏതെങ്കിലും നല്ല ജോബിലേക്ക് ആക്കാനും അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസ് അതിനകത്തുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അവരെ കുറച്ചും കൂടി നല്ല രീതിയിലേക്ക് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാനൊക്കെയുള്ള ഓപ്ഷൻസ് കൂടുതലായിട്ടുള്ള കാരണം പാരൻസ് പൊതുവെ UAE തന്നെ പഠിക്കാനുള്ള ഓപ്ഷൻസ് കുട്ടികളുടെ അടുത്ത് കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, ഏതൊക്കെ ഓപ്ഷൻസ് ഉള്ളതെന്ന് മാത്രം അവർക്ക് അറിയില്ല. അപ്പോൾ അത് കാരണം നമ്മളെ പോലത്തെ ഏജൻസിനെ അവർ സമീപിക്കാറുണ്ട്, അപ്പം നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ പറയുന്ന എല്ലാ ഓപ്ഷൻസും നമ്മൾ കൊടുക്കാറുണ്ട്. ഈ പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസ്, സ്കോളർഷിപ്പ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസ്, അവിടെ തന്നെ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ്, അതുപോലെ അവിടുത്തെ കോളേജസ്, പിന്നെ MBBS പഠിപ്പിക്കുന്ന കോളേജസ്, അതുപോലെ തന്നെ ഈ കുറച്ചും കൂടി ഈ എന്താ പറയുന്ന ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൻ്റെ ദുബായിലത്തെ ക്യാമ്പസ്, ഞാൻ ദുബായിൽ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു UAE ക്യാമ്പസുകൾ, അതേപോലെ തന്നെ ഫോറിൻ യൂണിവേഴ്സിറ്റി UK, ഓസ്ട്രേലിയ, USA ഇതിൻ്റെയൊക്കെ ക്യാമ്പസുകൾ UAE അല്ലെങ്കിൽ ദുബായിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ധാരാളം ഓപ്ഷൻസ് അവരുടെ കയ്യിലുണ്ട്. പിന്നെ ഈ ചെറിയ ഷോർട്ട് സ്കിൽസ് അല്ലെങ്കിൽ ഡിപ്ലോമ പോലത്തെ കോഴ്സുകൾ, ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, ഇങ്ങനത്തെ കോഴ്സുകൾ ദുബായിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലേതൊക്കെ കോഴ്സിന് പോകണം, ഏതൊക്കെ കോഴ്സിൽ അവൈലബിൾ ആണ് UAE എന്നുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് പല പാരൻസിനും താല്പര്യമുണ്ട്. അതിൽ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് തോന്നിയത് തന്നെ ഏതാണ് അവിടുത്തെ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റികൾ, അതിലേക്ക് ഒരു എൻട്രൻസ് എഴുതി ഒക്കെ പോകാൻ പറ്റുന്നതോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് സാറിന് പറയാം? ധാരാളം യൂണിവേഴ്സിറ്റികളുണ്ട്, പബ്ലിക് യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിൽ ഈ പറയുന്ന ഖലീഫ യൂണിവേഴ്സിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. അതേപോലെ തന്നെ നമുക്ക് പറയാവുന്ന വേറെ യൂണിവേഴ്സിറ്റിയാണ് ഈ സായിദ് യൂണിവേഴ്സിറ്റി, വളരെ ഫേമസ് ആയിട്ടുള്ള വേറൊരു യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഷാർജ, ഇതൊക്കെ പബ്ലിക് യൂണിവേഴ്സിറ്റിയുടെ കാറ്റഗറിയിൽ വരുന്ന അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. ഇതിൽ പല യൂണിവേഴ്സിറ്റികളിലും ഈ പറഞ്ഞ പോലെ UAE നാഷണൽസിനെയാണ് ഒരു പ്രിഫറൻസ് കൊടുക്കുന്നത്. എങ്കിലും ഈ പറഞ്ഞ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഖലീഫ യൂണിവേഴ്സിറ്റിയിൽ അവർ ഇന്ത്യൻസിനും അവർ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. നമ്മളുടെ IIT ഒക്കെ ആയിട്ട്, IIT ഡൽഹി ഒക്കെ ആയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു കണക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാമ്പസ് എന്നുള്ള പോലെയൊക്കെ അബുദാബിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതെ. അപ്പോൾ അവര് ബേസിക്കലി കൂടുതൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെയാണ് അടുത്തത് സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കോളർഷിപ്പ് കിട്ടാൻ സാധ്യതയുള്ള യൂണിവേഴ്സിറ്റികൾ ഏതാണ്? സ്കോളർഷിപ്പ് അവർ കൊടുക്കുന്നുണ്ടോ കാര്യമായിട്ട്? അതെ, സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. സ്കോളർഷിപ്പ് ഈ പറഞ്ഞ പോലെ നേരത്തെ സൂചിപ്പിച്ച ഖലീഫ യൂണിവേഴ്സിറ്റിയിൽ അവർ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ആ യൂണിവേഴ്സിറ്റിയിലും അവർ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി അബുദാബി, ആ യൂണിവേഴ്സിറ്റിയും നമുക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഇവരൊക്കെ 100% സ്കോളർഷിപ്പ് കൊടുക്കുന്നു. മിക്കവാറും യൂണിവേഴ്സിറ്റികളൊക്കെ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് ട്യൂഷൻ ഫീസും അവരുടെ അക്കോമഡേഷനും ഫുഡും ഈവൻ അവരുടെ
ട്രാവൽ എക്സ്പെൻസ്, അതായത് നാട്ടിൽ നിന്ന് ഈ പറയുന്ന UAE വരാനുള്ള ടിക്കറ്റ് കോസ്റ്റ് അതുൾപ്പെടെയുള്ള 100% ഫീസും ഈ സ്കോളർഷിപ്പ് ആയിട്ട് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളാണുള്ളത്. ഇതില് ഇത് പല കുട്ടികളും ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിലത്തെ കുട്ടികൾ പോലും ഈ പറഞ്ഞ പോലെ UAE എത്തി UAE ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ 100% സ്കോളർഷിപ്പോടുകൂടി പഠിക്കുന്നുണ്ട്. ഇതില് കുറച്ചുകൂടി ഒന്ന് ഡീപ്പായിട്ട് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അതിന്റെ ബേസിലാണ് ഈ പറയുന്ന സ്കോളർഷിപ്പ് അവർക്ക് അലോട്ട്മെന്റ് കൊടുക്കുന്നത്. അപ്പം അത്യാവശ്യം ഒരു 90-95% മാർക്കുള്ള കുട്ടികളാണ് ഇതിന് അറ്റംപ്റ്റ് ചെയ്തതിന്റെ കാര്യമുള്ളൂ. കാരണം ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്. അപ്പം ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് അപ്ലൈ ചെയ്യാൻ ജോലി പോലും ഓഫർ ചെയ്യുന്ന അതെ വലിയ സാലറിയിൽ ജോലി ഓഫർ ഇവര് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് UAE നാഷണൽസിനെ ഒരു ഹൈ സ്റ്റൈൽ ഓഫ് ലേണിംഗ് കൊടുക്കാന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷെ അവർ 50% സീറ്റും UAE നാഷണൽസിനായിരിക്കും, ബാക്കി ചിലപ്പോൾ ഒരു 25% ഇന്റർനാഷണൽ സ്റ്റുഡൻസിനായിരിക്കും, പിന്നെ വേണമെങ്കിൽ ഒരു 25% UAE NRI സ്റ്റുഡൻസ് പോലത്തെ സ്റ്റുഡൻസിനൊക്കെ ആയിരിക്കും. അപ്പോൾ ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. ലോകത്തെല്ലായിടത്തും ഉള്ള ബെസ്റ്റ് ബ്രെയിൻസിനെയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതില് ഖലീഫ യൂണിവേഴ്സിറ്റിയില് എനിക്ക് തോന്നുന്നു അവരുടെ ഡെഡ് ലൈൻ കഴിഞ്ഞ ഫെബ്രുവരിയോട് കൂടി കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. മാർച്ച് 2 തീയതി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നെങ്കിൽ ഈ പറയുന്ന ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി അബുദാബി അവര് എനിക്കാണെങ്കിൽ ഏപ്രിലാണ് അവരുടെ ഡെഡ് ലൈൻ കഴിയുന്നത്. അത് ആപ്ലിക്കേഷനൊക്കെ ചെയ്ത് തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള യൂണിവേഴ്സിറ്റി, അതിൽ ഓപ്ഷൻസ് ധാരാളമുണ്ട്. അവരുടെയും ഈ പറഞ്ഞ പോലെ ഡേറ്റ് എനിക്കാണെങ്കിൽ അവരുടെ ലാസ്റ്റ് ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന് വെരിഫൈ ചെയ്തോളൂ. അവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഫ്രീ ആണ്. അവിടെ നമുക്ക് ജോലിക്ക് ശ്രമിക്കുക എന്നുള്ളതല്ല, ജോലി നിങ്ങൾക്ക് അവിടുത്തെ UAE മിനിസ്ട്രിയിൽ തന്നെ കിട്ടും. നിങ്ങൾക്ക് ഏകദേശം 1 കോടി ഒരു മാസം ശമ്പളം കിട്ടുന്ന ജോലികൾ കിട്ടുന്ന ഒരു കോഴ്സാണ്. അതെ 1 കോടി. അതെ കാരണം അവര് അത്രയും ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടിയിട്ട് ഒരു മിനിസ്റ്റർ വരെ ഉണ്ടാക്കിയ രാജ്യമാണ് UAE. അപ്പം ഫോക്കസിങ് സോ മച്ച് ആൻഡ് ദേ വാണ്ട് ദ ബെസ്റ്റ് ബ്രെയിൻസ് ഓഫ് ദ വേൾഡ് ടു ബി ഇൻ UAE. ഓക്കെ, ഈ സിനാരിയോയിൽ ഇപ്പൊ നമ്മളിപ്പോ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഇപ്പം അവിടെ അട്രാക്റ്റഡ് ആവുന്നുണ്ട്. സാർ നേരത്തെ പറഞ്ഞ IIT പോലും അബുദാബിയിൽ സ്റ്റാർട്ടാക്കിയിരിക്കുന്നത് ബെസ്റ്റ് ബ്രെയിൻസിനെ കൊണ്ട്. അതുപോലെയുള്ള യൂണിവേഴ്സിറ്റികൾ സാറിന് മനസ്സിലേതൊക്കെയാണ് വരുന്നത്? IIT ഡൽഹിയുടെ കോൺസെപ്റ്റ് കുറച്ച് ഡിഫറെന്റ് ആണ്. IIT ഡൽഹി അവർ കൂടുതലും അവർ വെച്ചിട്ടുള്ളത് അവിടുത്തെ UAE നാഷണൽ സ്റ്റുഡൻസിനെയാണ് അവർ അഡ്മിഷൻ കൂടുതലായിട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇന്ത്യൻ നാഷണൽസിനെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന യൂണിവേഴ്സിറ്റികളിൽ അവിടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബിറ്റ്സ് പിലാനി എന്ന് പറയുന്ന അവരുടെ ദുബായിലത്തെ ക്യാമ്പസ് ഉണ്ട്. ആ ക്യാമ്പസ് നമുക്ക് അഡ്മിഷൻ കിട്ടാവുന്നതാണ്. നാട്ടിലുള്ള അത് ഇന്ത്യയിലുള്ള ഈ പറയുന്ന രാജസ്ഥാനിലാണ് പിലാനി എന്ന് പറഞ്ഞ സ്ഥലം. അവിടെയുള്ള ബിറ്റ്സിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബിറ്റ്സിന്റെ എൻട്രൻസ് എഴുതണം. ഹൈ മാർക്ക് ഉണ്ടെങ്കിൽ തന്നെയാണ് അവർക്ക് കിട്ടുള്ളൂ. ഏകദേശം IITയുടെ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നതാണ് ബിറ്റ്സ് പിലാനി. അപ്പോൾ അവരുടെ അതേ സെയിം കരിക്കുലം തന്നെയാണ് ദുബായിലും ഫോളോ ചെയ്യുന്നത്. അവരുടെ സെയിം മാനേജ്മെന്റ് ആണ്, സെയിം സർട്ടിഫിക്കേഷൻ ആണ്. അവിടെ നമുക്ക് ഹൈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുന്നതാണ്. ദുബായിലാണ് അവരുടെ ക്യാമ്പസ് വരുന്നത്. പിന്നെ വരുന്നത് എനിക്കിത് മനസ്സിലായത് മണിപ്പാൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ എമിറ്റി വരുന്നുണ്ട്, സിംബയോസിസ് വരുന്നുണ്ട്. അതെ, പിന്നെ SPJ ഇങ്ങനത്തെ വലിയ യൂണിവേഴ്സിറ്റികളുടെ ക്യാമ്പസുകളോടെ വരുന്നുണ്ട്. ഇതിൽ SPJ കുറച്ചും കൂടി ഒക്കെ ഒരു മാനേജ്മെന്റിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പല ക്യാമ്പസുകളിൽ പല കൺട്രികൾ ഗ്ലോബൽ BBA എന്ന കോൺസെപ്റ്റ് ഉണ്ട്. അത് 3 രാജ്യങ്ങളിലായിട്ട് അവർ നമ്മൾ ഓരോ വർഷവും ഓരോ രാജ്യങ്ങളിലായിട്ട് പഠിപ്പിക്കുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ദുബായിലെ സ്റ്റാൻഡേർഡ്സിൽ ഓക്കെയാണ്, പക്ഷേ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 100,000 AED ഒക്കെയാണ് പെർ ഇയറിൽ അതിന് SPJയിലേക്ക് വരുന്നത്. പക്ഷേ എമിറ്റി അല്ലെങ്കിൽ മണിപ്പാല് അതായത് പറഞ്ഞ പോലെ ബിറ്റ്സ് ഇതിലൊക്കെ നമുക്ക് റീസണബിൾ ആണ്. ഏകദേശം നമുക്ക് ഒരു 6 ലക്ഷത്തിന് താഴെ ഫീസിലൊക്കെ നമുക്ക് പഠിക്കാവുന്നതാണ്. അതുപോലെ സിംബയോസിസ് ഉണ്ട്. സിംബയോസിസ് ഒക്കെ മാനേജ്മെന്റിന്റെ കേസിൽ ഇന്ത്യയിലത്തെ നമ്പർ വൺ ഇല്ല. ഇവിടെ നിന്ന് ചിന്തിക്കുകയാണ്, ഇവിടെ ബേസിക് അഡ്മിഷൻ ഓഫീസർ ആരും ഫോൺ പോലും ആൻസർ ചെയ്യില്ല. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പക്ഷെ നമുക്ക് ദുബായിലായിട്ടുള്ള കാരണം നമുക്ക് ദുബായ് ക്യാമ്പസിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. ഇത് UAEയിലുള്ള ആൾക്കാരുടെ കേസ് മാത്രമല്ല, ഇന്ത്യയിലത്തെ സ്റ്റുഡൻസിനും ദുബായിൽ പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്യാമ്പസുകൾ നമുക്ക് അതിന് എൻട്രി കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ ക്യാമ്പസുകളൊന്നും ഇന്ത്യക്കകത്ത് ഇന്ത്യയിലത്തെ സ്റ്റുഡൻസിന് അഡ്മിഷൻ കിട്ടാൻ യാതൊരു പോസിബിലിറ്റിയും ഇല്ല. അല്ലെങ്കിൽ അത്രയും ഹൈ എൻഡ് ആയിട്ടുള്ള
മാർക്കുള്ള കുട്ടികളായിരിക്കണം. Yes. അല്ലാത്ത കുട്ടികൾക്ക് ദുബായിൽ പോയിട്ടാണെങ്കിലും ഇന്ത്യയിലത്തെ ഈ 5 ക്യാമ്പസുകളിൽ നമ്മുടെ ഇന്ത്യയിലെ സാറ്റലൈറ്റ് ക്യാമ്പസുകൾ ഇൻ ദുബായ് എന്നുള്ള കോൺസെപ്റ്റിലാണ് ഇത് എന്നുള്ള പോലെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതൊക്കെയായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അഡ്മിഷൻ എടുത്ത് കൊടുക്കാം, എല്ലാ പ്രൊസീജിയറും ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇപ്പൊ US-ന്നും UK-യുടെയും അതേപോലെ തന്നെ ഫ്രാൻസ്, അങ്ങനെ ഒത്തിരി കാനഡ ഒക്കെ ആയിട്ട് അവരുടെയും സാറ്റലൈറ്റ് ക്യാമ്പസുകൾ ഇവിടെ കാണാൻ പറ്റും അല്ലേ? അപ്പൊ അതിലെനിക്ക് തോന്നുന്നു RIT വരുന്നുണ്ട്. അത് USA-യുടെ ക്യാമ്പസ് ആണ്. USA-ലത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോളേജ് തന്നെയാണ് RIT വരുന്നത്. അതേപോലെ തന്നെ UK-യിലത്തെ എനിക്കാണെങ്കിൽ ഒരു 6-7 യൂണിവേഴ്സിറ്റികൾ അവിടെ ഉണ്ട്. മിഡിൽ സെക്സ് ഉണ്ട്, സ്റ്റെർലിംഗ് ഉണ്ട്, പിന്നെ എനിക്കാണെങ്കിൽ ഡിമോൺഫോർട്ടിന്റെ ഉണ്ട്, ഹാരിയോട്ട് വാട്ട് ഉണ്ട്, ബോൾട്ടൺ ഉണ്ട്, അങ്ങനെ ധാരാളം യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പം ഈ യൂണിവേഴ്സിറ്റികളൊക്കെ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലാണെങ്കിൽ വൊളങ്ങോങ് ഉണ്ട്, അതുപോലെ കേർട്ടൺ യൂണിവേഴ്സിറ്റി ഉണ്ട്, മർഡോക്ക് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇങ്ങനത്തെ ധാരാളം യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ കാനഡയിലത്തെ യൂണിവേഴ്സിറ്റികളും ഉണ്ട്, ജർമ്മനിയിലത്തെ ഇന്റർനാഷണൽ യൂറോപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിയും. നമുക്ക് ഇതിൽ ഗുണം എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ മിക്കവാറും ഒരു 3-4 വർഷത്തെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അവസാനത്തെ വർഷം ഈ പറഞ്ഞ UK-യിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ അവരെ ഏത് പാരന്റ് യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന ആ ക്യാമ്പസിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് 2-3 വർഷം നിങ്ങൾ ദുബായിൽ പഠിക്കുന്നു, അവസാനത്തെ വർഷം നിങ്ങൾ ഈ പറയുന്ന രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ആ ക്യാമ്പസിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ലാസ്റ്റ് ഇയർ പഠിക്കുകയും അതിന് സ്റ്റേ ബാക്ക് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റേ ബാക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൂടിയുണ്ട്. അതൊരു ഗ്ലോബൽ അപ്രോച്ച് തന്നെ. UAE എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ അപ്രോച്ച് ഉള്ള കൺട്രിയാണ്. അതുപോലെ ഒരു ഗ്ലോബൽ വിഷനോട് കൂടിയിട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഓപ്പണിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ UAE ചെയ്തു കൊടുത്തിട്ടുള്ളതാണ്. ഇത് UAE-ലുള്ള കുട്ടികൾക്ക് അഡ്വാൻറ്റേജ് ഉള്ള പോലെ തന്നെ ഇന്ത്യയിലത്തെ കുട്ടികൾക്ക് ഇത് വേണമെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് യൂസ് ചെയ്യാം. എന്താ കാരണം വെച്ചെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് ഓസ്ട്രേലിയക്കോ UK-യിലേക്കോ അല്ലെങ്കിൽ US-ലേക്കോ പോകുന്ന സമയത്ത് പ്രധാനമായിട്ടും ഫേസ് ചെയ്യുന്ന വെച്ചാൽ ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ കാണിക്കുക, ITR കാണിക്കുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. പിന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെയുള്ള ജീവിത ചെലവുകളും ലിവിങ് സ്റ്റൈലും ഒക്കെ എക്സ്പെൻസുകൾ കൂടുതലാണ്. ഈ കുട്ടിക്ക് ദുബായിൽ വേണമെങ്കിൽ വന്ന് പഠിക്കാം. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ 2-3 വർഷം ദുബായിൽ പഠിച്ചിട്ട് ഫൈനൽ ഇയറിനാവുന്ന സമയത്ത് ഓസ്ട്രേലിയയിലേക്ക് എവിടേക്ക് പോവാം. ആ സമയത്ത് മാത്രം നമുക്ക് ITR കാണിക്കേണ്ട കാര്യങ്ങളുള്ളൂ. ദുബായിലേക്ക് പോകാനായിട്ട് ഫിനാൻസ് കാണിക്കേണ്ട കാര്യങ്ങളില്ല, ITR കാണിക്കേണ്ട കാര്യങ്ങളില്ല. യു ഗെറ്റ് ദ സെയിം എഡ്യൂക്കേഷൻ, സെയിം ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ആ റൂട്ട് വഴിക്കും ഒരു പാത്വേ എന്നുള്ള പോലെ വേണമെങ്കിൽ ദുബായിനെ കണ്ടിട്ട് അവിടെ നിന്ന് നമുക്ക് ഗ്ലോബൽ എഡ്യൂക്കേഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ദുബായിയുടെ എല്ലാ സ്കോപ്പും, അതായത് എസ്പെഷ്യലി UAE-യുടെ എല്ലാ സ്കോപ്പും ഏതൊക്കെ തലത്തിൽ ഏകദേശം 3-4 വെർട്ടിക്കലിൽ കുട്ടികൾക്ക് എങ്ങനെ പോകാമെന്നുള്ള ഡീറ്റെയിൽ ഇൻഫർമേഷനാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. ഇത് നമ്മൾ സംസാരിച്ചത് പൊതുവായിട്ട് മാനേജ്മെന്റ് അല്ലെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ്, ഒരുപക്ഷെ എഞ്ചിനീയറിംഗ്, ഇങ്ങനത്തെ സ്ട്രീംസ് ആണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതല്ലാതെ ഒരു മെഡിക്കൽ എന്നുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട്. എല്ലാവരും ഇവരുടെ എഞ്ചിനീയേഴ്സും മാനേജ്മെന്റും ആവാൻ മാത്രമുള്ള കുട്ടികളായിരിക്കില്ല. ചില കുട്ടികളൊക്കെ ഇവരുടെ മെഡിക്കൽ താല്പര്യമുള്ള കുട്ടികളുണ്ടായിരിക്കും. മെഡിക്കൽ എന്ന് പറയുമ്പോൾ MBBS, BDS അല്ലെങ്കിൽ നഴ്സിംഗ്, ഫാർമസി, ഇങ്ങനത്തെ സ്ട്രീംസ്. ഇതിലുള്ള നമ്മുടെ അജ്മാൻ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെ. അതുപോലെ തന്നെ ഗൾഫ് മെഡിക്കൽ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റാസൽ ഖൈമ മെഡിക്കൽ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കോളേജുകളിലൊക്കെ നിങ്ങൾക്ക് MBBS പഠിച്ച് ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ വരണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന യൂറോപ്പിലേക്കോ അല്ലെങ്കിൽ ജോർജിയയിലേക്കോ പോകണമെന്നില്ല. നിങ്ങൾക്ക് UAE-യിൽ തന്നെ നിങ്ങൾക്ക് ബേസിക്കലി MBBS കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. UAE-യിൽ MBBS പഠിച്ചെന്ന ഗുണം വെച്ചെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ സർട്ടിഫിക്കേഷൻ ആവശ്യമൊന്നുമില്ല. ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു സ്ട്രേറ്റ് അവേ ഇൻ ടു ദ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. അപ്പോൾ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അങ്ങനത്തെ കോളേജുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്തരം കോളേജുകൾ തന്നെ ഫാർമസി പ്രോഗ്രാമുകൾ അവിടെ ചെയ്യുന്നുണ്ട്, അതുപോലെ നഴ്സിംഗ് പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്, കുറെ തെറാപ്പി കോഴ്സുകൾ നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ മെഡിക്കലിന്റെ ഒരു ഓപ്ഷൻസും ഈ പറഞ്ഞ പോലെ ദുബായ് ധാരാളം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദുബായിൽ പഠിച്ച കുട്ടികൾക്കുള്ള അഡ്വാൻറ്റേജ് ദുബായിൽ തന്നെ ഈ പറഞ്ഞ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്ക് അവർക്ക് നേരിട്ടുള്ള ഒരു ജോബിന്റെ ഫെസിലിറ്റീസും അവർക്ക് കിട്ടുന്നുണ്ട്. ഹെൽത്ത് കെയറിൽ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ. സോ ഈ ഒരു അഡ്വാൻറ്റേജുകൾ മെഡിക്കലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി എനിക്ക് തോന്നി സാർ പറയും ഷോർട്ട് ടൈം പ്രോഗ്രാമുകൾ ചെയ്തിട്ട് വേണമെങ്കിൽ ജോലിക്ക് കയറാൻ പറ്റുന്ന ഓപ്ഷൻസ്. അത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്? അത് ഇന്ത്യയിൽ നിന്നും പോകുന്നുണ്ടാവും, അവിടെ നിന്നുള്ള കുട്ടികളും ചെയ്യുന്നുണ്ടാവും. ഷോർട്ട് ടൈം പ്രോഗ്രാം കണക്ടിംഗ് ടു ജോബ്. അതെ. ഷോർട്ട് ടേം എന്ന് പറയുന്നതിനും കൂടുതലായിട്ട് നമ്മൾക്ക് ബേസിക്കലി പ്ലേസ്മെന്റ് കിട്ടുക എന്നുള്ളതാണ് എന്റെ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഷോർട്ട് ടൈം ആയിട്ടുള്ളതുണ്ട്, മിഡ് ടൈം ആയിട്ടുള്ളതുണ്ട്, ലോങ് ടേം ആയിട്ടുള്ളതുണ്ട്. ഇതിന്റെയൊക്കെ ഫോക്കസ് ബേസിക്കലി ഒരു ഒരു പക്ഷേ ഡിപ്ലോമ ആയിരിക്കാം, പക്ഷെ അതിനുശേഷം നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ പല കുട്ടികളും ഇപ്പോൾ ഇവർ ട്രഡീഷണൽ ആയിട്ടുള്ള UG PG കോഴ്സിന് പോകുന്നതിന് പകരമായിട്ട്
+2 കഴിഞ്ഞതിന് ശേഷം അവർക്ക് എവിടെയാണ് നല്ല പോസിബിലിറ്റീസ് എന്നുള്ളത് അവർ നോക്കുന്നു. അത് പ്ലേസ്മെന്റ് നമ്മൾ ഈ പഠിക്കുന്ന സ്ഥാപനത്തിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പരം വേറെ എന്താണ് വേണ്ടത്? അപ്പൊ അതിലേക്ക് ദുബായിലത്തെ ഒരു ഞാൻ ദുബായിൽ ഉദ്ദേശിക്കുന്ന UAE മൊത്തം ഉദ്ദേശിക്കുന്നത്. അപ്പം അവിടുത്തെ ഒരു പൊതുവായിട്ട് പറഞ്ഞെങ്കിൽ എയർപോർട്ടായിട്ട് ബന്ധപ്പെട്ട ജോലികൾക്കൊക്കെ ഒരു ട്രാക്ഷൻ കൂടുതലാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഏവിയേഷൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ്, പൈലറ്റിംഗ് ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഒരുപക്ഷെ ഏറ്റവും ആക്സസിബിൾ ആയിട്ട്, അതായത് ദുബായിലത്തെ നമ്മൾ ഫ്ലൈനിൽ യാത്ര ചെയ്യണമെന്നില്ല, പക്ഷേ ദുബായ് എയർപോർട്ടിൻ്റെ അകത്ത് അല്ലെങ്കിൽ അബുദാബി എയർപോർട്ടിൻ്റെ അകത്ത് നമുക്ക് ബേസിക്കലി കയറാനും എയർപോർട്ടിന്റെ ഗ്രൗണ്ടിൽ അതിന്റെ ഫ്ലൈറ്റ് പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലും ഒക്കെ ആയിട്ടുള്ള എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിന്റെ കോഴ്സുകൾ അവിടെ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് എമിറേറ്റ്സിലും ചെയ്യാനുള്ള അതെ ഇങ്ങനത്തെ ധാരാളം ഓപ്ഷൻസ് അവിടെ വരുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ഏവിയേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കോഴ്സുകളും അവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം നിർബന്ധമായിട്ടും ഒരു 4 വർഷത്തെ കോഴ്സൊന്നും ആവണമെന്നില്ല. ഇപ്പോൾ 1 വർഷത്തെ കോഴ്സും അല്ലെങ്കിൽ 1.5 വർഷത്തെ കോഴ്സുകളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളുണ്ട്. അതേപോലെ തന്നെ പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എനിക്കാണെങ്കിൽ ആക്ച്വലി ഇന്ത്യയെക്കാളും ഒരു പക്ഷേ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുന്നത് ഒരു പക്ഷേ UAE ആയിരിക്കും. അത് ഫീസിന്റെ കാര്യത്തിലൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഫീസ് റീസണബിൾ ആയിട്ടുള്ള ഫീസ് തന്നെയാണ്. പക്ഷേ നമ്മൾ എയർ അറേബ്യയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പൈലറ്റായിട്ട് പഠിക്കാം. പഠിച്ചു കഴിഞ്ഞ ശേഷം അവർ തന്നെ പ്ലേസ്മെന്റ് കൊടുക്കുന്നു. അതായത് എയർ അറേബ്യയിൽ തന്നെ പൈലറ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള കൊടുക്കുന്നു. അതെ, ഏറ്റവും സത്യം ഇതാണ് പറഞ്ഞത്. ഫ്ലൈയിങ് അവേഴ്സിന്റെ കേസിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം വെച്ചെങ്കിൽ നമ്മൾ ഇന്ത്യയിലാണെങ്കിലും നമ്മൾ കുറച്ച് US-ന്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന കുറച്ച് ഈസ്റ്റ് ടിമോറിന്റെ ഒക്കെ ഭാഗങ്ങളിലൊക്കെ ഈ ട്രെയിനിങ് ഫ്ലൈറ്റിന്റെ ട്രെയിനിങ് കൊടുക്കുന്ന സംഭവമുണ്ട്. ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ എയർലൈൻസ് സമ്മതിക്കണം. രണ്ടാമത് ബേസിക്കലി എയർപോർട്ട് അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. എയർ അറേബ്യ ഈ പറഞ്ഞ ഷാർജ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമായിട്ടുള്ളതുകൊണ്ടും അവർക്ക് ഫ്ലൈറ്റ് ഉള്ളതുകൊണ്ടും അവർക്ക് സ്വന്തമായിട്ട് എയർപോർട്ട് ഉള്ളതുകൊണ്ടും അവർക്ക് ട്രെയിനിങ് കൊടുക്കാനും ഫ്ലൈയിങ് അവേഴ്സ് സമയബന്ധിതമായിട്ട് നടപ്പാക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഒരു 3.5 വർഷത്തിൻ്റെ ഉള്ളിൽ ബേസിക്കലി അവർക്ക് പൈലറ്റ് ആവാം. അവർക്ക് CPL ലൈസൻസ് കിട്ടി, അവർക്ക് പ്ലെയിൻ ഓടിക്കാം, അവർക്ക് എയർ അറേബ്യയിൽ ജോലി ചെയ്യാം. ഏകദേശം ഒരു 35,000 ദർഹംസ് പെർ മന്ത് സാലറിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻസും ഉണ്ട്. നിങ്ങൾക്ക് ബേസിക്കലി ഒരു 50% മാർക്ക് +2 ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനത്തെ കോഴ്സുകൾ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ദിസ് ഇസ് വെരി അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ജോബ് ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഏവിയേഷൻ തൊട്ട് പൈലറ്റിംഗ് പറ്റുള്ള ഒത്തിരി വലിയ പ്രോഗ്രാമുകളെ കുറിച്ചും എയർക്രാഫ്റ്റ് മെയിൻ്റനൻസിനെ കുറിച്ചൊക്കെ സാറ് പറയേണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും അല്ലാതെ കണ്ട് ശരിക്കും പറഞ്ഞാൽ UAEയുടെ ഒരു ടൂറിസം കൾച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സാറിന് സജഷൻ എന്താണുള്ളത്? ടൂറിസം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ പെട്ടെന്ന് വരുന്ന ജോലി സാധ്യതകൾ ഞങ്ങൾ ഹോട്ടൽ ബേസ്ഡ് ആയിട്ടുള്ള തന്നെയാണ്. ഒരു ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഓപ്ഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വരുന്നുണ്ട്. അതിൽ ലൈക്ക് നമുക്ക് ഒരു 3 മാസത്തെ കോച്ചിങ് മാത്രമേ ശരിക്കും പറഞ്ഞാൽ ആവശ്യമുള്ളൂ. 3 മാസത്തെ കോച്ചിങ് ആണ്, അതായത് ക്ലാസ് റൂം കോച്ചിങ് ഉണ്ടായിരിക്കും. അതിനുശേഷം ഒരു 9 മാസം ബേസിക്കലി ഇന്റേൺഷിപ്പ് ആണ്. അതായത് നമുക്ക് ആക്ച്വലി പ്രാക്ടിക്കലായി, കാരണം ഹോട്ടലിൽ നമ്മൾ ബേസിക്കലി ചെയ്യുന്ന ജോലി ഫുഡ് ആൻഡ് ബെവറേജ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളുടെ ഷെഫ്, കുക്കിംഗ്, അങ്ങനത്തെ ഒരു 4 ഡിപ്പാർട്ട്മെന്റ്, സർവീസ്, ഹൗസ് കീപ്പിംഗ്, ഈ സംഭവങ്ങളിൽ നമുക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വരണം. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു 3 മാസം നമുക്ക് ട്രെയിനിങ് തന്നതിന് ശേഷം നമുക്ക് ആക്ച്വലി ഹാൻഡ്സ് ഓൺ ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. ഒരു 9 മാസത്തെ നമുക്ക് ബേസിക്കലി ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കിട്ടി കഴിഞ്ഞാൽ ദെൻ യു വിൽ ഗെറ്റ് പ്ലേസ് ഇൻ ദ ഹോട്ടൽ. ആ ഹോട്ടലിൽ തന്നെ ചിലപ്പോൾ ആ ഹോട്ടലിലോ, കാരണം ദുബായിൽ ഇഷ്ടംപോലെ ഹോട്ടലുകൾ, ഏകദേശം എനിക്കുണ്ടെങ്കിൽ ഒരു 300-ൽ പരം ഹോട്ടലുകളുള്ള വലിയൊരു സ്ഥലമാണ് ദുബായ് മാത്രം. അതുപോലെ തന്നെ അബുദാബിയും ഒട്ടും മോശമല്ല, ഷാർജ, എനിക്കുണ്ടെങ്കിൽ ഗൾഫിലെ എല്ലാ രാജ്യങ്ങളിലും ധാരാളം ഹോട്ടൽസ് ഉള്ളതാണ്, 5 സ്റ്റാർ ഹോട്ടൽസ് ഉള്ളതാണ്. അപ്പോൾ അവിടെ ഓപ്ഷൻസിന് ബുദ്ധിമുട്ടുകളില്ല. സോ ദേ ഗെറ്റ് ദുബായ് എഡ്യൂക്കേഷൻ ആൻഡ് ദുബായ് ഹോട്ടൽസിൽ അവിടെ തന്നെ ട്രെയിനിങ്, റിറ്റ്സ് കാൾട്ടൺ അല്ലെങ്കിൽ മാരിയോട്ട്, ജബലാലി തുടങ്ങി എനിക്കാണെങ്കിൽ ജുമേറ, കുറേ ഹോട്ടലുകൾ ഉള്ള ഒരു സ്ഥലം ദുബായ് ആണ്. ഈവൻ അബുദാബിയിൽ നോക്കുകയാണെങ്കിലും നമുക്ക് ധാരാളം ഹോട്ടലുകൾ അബുദാബിയിലും കാണാൻ പറ്റും. എല്ലാം ഈ പറഞ്ഞ ഇന്റർനാഷണൽ ചെയിൻസിന്റെ ഹോട്ടൽസ് ഉള്ളതാണ്. സോ ഗുഡ് എഡ്യൂക്കേഷൻ വിത്ത് പ്രാക്ടിക്കൽ നോളജ്. അതെ. അതേപോലെ തന്നെ ചെറിയ അക്കൗണ്ടിങ്ങിന്റെ ചെറിയ കോഴ്സുകളൊക്കെ ഉണ്ട്. അക്കൗണ്ടിങ്, വാറ്റിന്റെ ഒരു ട്രെയിനിങ് കൊടുക്കും. ഏറ്റവും കൂടുതൽ ദുബായിൽ ഇപ്പോൾ അത് വാറ്റ് ഇപ്പോൾ കമ്പൽസറി ആക്കിയതിനു ശേഷം എല്ലാ സ്ഥലങ്ങളിലും വാറ്റിന്റെ വേണം. അപ്പോൾ അതിന്റെ കോഴ്സുകളൊക്കെ ചെറിയ എക്സ്പെൻസ് മാത്രമേ വരുന്നുള്ളൂ. മറ്റുള്ള കോഴ്സുകൾ ചെയ്യുന്നതിനേക്കാൾ അതെ ഇങ്ങനത്തെ ട്രെയിനിങ് എടുത്താൽ, അതെ ഞാൻ പറയാം, ബികോം പഠിച്ച ആൾക്കാർ പോലും ഈ കോഴ്സ് എടുക്കുന്നത് ഞാൻ പറയാം. കാരണം ഇത് ബേസിക്കലി ജോബ് ഫോക്കസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. എനിക്കാണെങ്കിൽ ഒരു വളരെ ചെറിയ എമൗണ്ട്, ഒരു 5,000 അല്ലെങ്കിൽ 6,000 ഒരു ദിറംസൊക്കെ കൊടുക്കും, ദിറംസിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ട്രെയിനിങ് അവർക്ക് ചെയ്യാവുന്നതാണ്. അത് ചെയ്തതിന് ശേഷം അവർക്ക് എനിക്ക് ഒരു 4 മാസത്തെ ട്രെയിനിങ് ഒക്കെ അവർക്ക് ആവശ്യം വരുന്നുള്ളൂ. ദേ ഗെറ്റിംഗ് പ്ലേസ്ഡ് ഇൻ. സോ അത് ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അങ്ങനത്തെ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകളും
ദുബായിൽ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ എയർപോർട്ടിന്റെ കാര്യങ്ങൾ പറഞ്ഞു, അതേപോലെ തന്നെ ഹോട്ടലിന്റെ കാര്യങ്ങൾ പറയുന്നു, അക്കൗണ്ടിങ്ങിന്റെ കാര്യങ്ങൾ പറയുന്നു. ദുബായ് എല്ലാ ഏരിയാസിലും ദുബായ് ഇതേപോലത്തെ ഈ പറഞ്ഞ പോലെ എല്ലാ തരത്തിലുള്ള സ്റ്റുഡൻസിനും കാറ്റർ ചെയ്യാനായിട്ട് ദുബായിക്ക് പറ്റുന്നുണ്ട്. അതെ, അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. ഇപ്പം നമ്മൾക്ക് അവിടേക്ക് അറിയാം, ഇപ്പോൾ MBBS കഴിഞ്ഞു മറ്റ് രാജ്യങ്ങളിലൊക്കെ കഴിഞ്ഞു വന്നു. അതിനുശേഷം പലപ്പോഴും അവിടെ ഡോക്ടേഴ്സിന് ജോലി കിട്ടാനൊക്കെ വരുമ്പോൾ അവിടുത്തെ ഒരു ചെറിയ, അതായത് കോസ്മെറ്റിക് റിലേറ്റഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ അസ്തറ്റിക് ആയിട്ട് റിലേറ്റഡ് വരുന്ന ചില പ്രോഗ്രാംസും സാറിന് ഉണ്ട്. പക്ഷെ അത് എന്താ പറയാ, ഡോക്ടർമാരായിട്ട് വരുന്ന ആൾക്കാർക്ക് ബേസിക്കലി അവിടുത്തെ DHR എക്സാം പാസ്സാവണം. പാസ്സായി കഴിഞ്ഞാലാണ് അവർക്ക് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രശ്നം. അപ്പോൾ ആ എക്സാമിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർമാരായിട്ട് തന്നെ ജോലി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. പക്ഷേ ഈ പറഞ്ഞ സാറിന് കോസ്മെറ്റിക് സർജറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയൊരു കോഴ്സ് ഉണ്ട്. അത് എനിക്കാണെങ്കിൽ ഏകദേശം നമുക്കൊരു 3 മാസം കൊണ്ടൊക്കെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അത് ഡോക്ടേഴ്സ് ആവുന്നത് പോലെ നിർബന്ധമില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ നേഴ്സിങ്ങോ ഹെൽത്ത് കെയർ ആയിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ഒരു ഗ്രാജുവേഷനൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഗ്രാജുവേഷൻ പോലും നിർബന്ധം പറയുന്നില്ല, ഒരു എക്സ്പീരിയൻസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം അവർക്ക് DHR തന്നെ എക്സാം പാസ്സാവും. പക്ഷേ നമ്മൾ ഡോക്ടേഴ്സിന് പാസ്സാവുന്ന എക്സാം അല്ല, കുറച്ചും ലൈറ്റർ വേർഷനുള്ള DHR എക്സാം ആണ്. അതും പാസ്സാക്കാൻ, അതും ഇതിൻ്റെ ഉള്ളിൽ കോഴ്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അതിന് ട്രെയിനിങ് കൊടുത്ത് പാസ്സാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതിന് നല്ല രീതിയിലുള്ള സാലറിയും ഇപ്പം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഏകദേശം ഒരു 8,000 dirhams ഒക്കെ സാലറിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ DH എക്സാം ഫെയിൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കണ്ടിന്യൂറ്റി കിട്ടാനായിട്ട് ഈ കോഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. അതെ, ഇതുപോലെ തന്നെ നമുക്ക് അവിടെ ചെറിയ ഡിപ്ലോമകൾ, ഒരു വർഷത്തെ അല്ലെ ജോബൊക്കെ അന്വേഷിച്ച് ചെല്ലുന്ന പലർക്കും ചെയ്യാൻ പറ്റുന്നൊരു പ്രോഗ്രാമായിരിക്കാം. ഒരു ഡിപ്ലോമ ചെയ്യാൻ പറ്റുന്ന കോളേജുകൾ പ്രധാനമായിട്ടും ഏതൊക്കെ നിർദ്ദേശിക്കും? ലൈക്ക് അതിൽ തന്നെ 2-3 സെഗ്മെന്റേഷൻ ഉണ്ട്. ഇപ്പം നമുക്ക് ഡിപ്ലോമ എന്നുള്ള ഡിഗ്രി പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റുന്ന കോളേജുകളും അതിൻ്റെ ഒപ്പം ഡിപ്ലോമയും ചെയ്യാം. ഇനി അവരുടെ നേരത്തെ നമ്മൾ പബ്ലിക് യൂണിവേഴ്സിറ്റി UAE പറഞ്ഞ പോലെ തന്നെ അതിലും കുറച്ച് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പോൾ അബുദാബി യൂണിവേഴ്സിറ്റി, അലൈൻ യൂണിവേഴ്സിറ്റി, അതുപോലെ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ഷാർജ, ഇങ്ങനത്തെ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ഈ പ്രൈവറ്റ് കോളേജസും ഉണ്ട്. അതേപോലെ തന്നെ കുറച്ചും കൂടി പറഞ്ഞ പോലെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ റീജന്റ് കോളേജ് അല്ലെങ്കിൽ UK CBC എന്ന് പറഞ്ഞ കോളേജുകൾ, അങ്ങനത്തെ ധാരാളം കോളേജുകളുണ്ട്. നെസ്റ്റ് അങ്ങനത്തെ കോളേജുകളൊക്കെ, ഗ്ലോബൽ GBS ഉണ്ട്. ഇവര് കൂടുതലും ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഡിഗ്രി അവിടെ എടുക്കാം. അതിനും കണ്ടും കൂടുതലായിട്ട് പിയേഴ്സന്റെ ഒരു മോഡലാണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പം അതിൽ നമുക്ക് ഒരു 50% മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ടിട്ട് ഈ യൂണിവേഴ്സിറ്റിക്ക് എൻട്രി കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ മാർക്ക് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും അവർക്ക് ഇതിന്റെ ഒരു ഡിപ്ലോമ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മളുടെ റെഗുലർ ആയിട്ടുള്ള ഡിഗ്രി പ്രോഗ്രാമിന്റെ UK-യിലത്തെ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഒക്കെ ആണെങ്കിൽ അത് ഫസ്റ്റ് ഇയറിന്റെ ഈക്വലന്റ് വരും. അപ്പോൾ നമുക്ക് മാർക്കില്ലെങ്കിലും നമ്മൾ പാത്വേക്ക് പോയിട്ട് 1 വർഷം സമയം കളയേണ്ട പോലും കാര്യമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ കോളേജുകളിൽ ഒരു ഫസ്റ്റ് ഇയർ നമ്മൾ ഡിപ്ലോമ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇയറിലേക്ക് നമുക്ക് ഈ UK യൂണിവേഴ്സിറ്റി തന്നെ കോളേജിലേക്ക് നമുക്ക്, അതെ, അത് നമുക്ക് UAE-യിലത്തെ UK ക്യാമ്പസിലേക്ക് മാറാം. ഇത് നേരിട്ട് UK-യിലേക്ക് പോയിട്ട് ചെയ്യണമെങ്കിൽ മാറാനായിട്ടുള്ള ഓപ്ഷൻസ് കിട്ടും. അപ്പൊ അത് മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കാണ് പൊതുവെ ഇങ്ങനത്തെ കോഴ്സുകൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഇൻ കേസ് അങ്ങനെയല്ല, അവർക്ക് ബേസിക്കലി ഈ കോഴ്സ് തന്നെ കണ്ടിന്യൂ ആവുമെങ്കിൽ അതിന്റെ തന്നെ പിയേഴ്സിന്റെ ലെവൽ 4ഉം 5ഉം 6ഉം 7ഉം 8ഉം ഒക്കെ അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ അതിന്റെ കോഴ്സ് നിങ്ങൾക്ക് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇതർ നിങ്ങൾക്ക് UK-യിലേക്കുള്ള കോളേജിലേക്ക് മാറാം, ഈക്വലൻസി കിട്ടും നിങ്ങൾക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദുബായിൽ ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇത് നമ്മളുടെ കയ്യിലുള്ള ഫണ്ട് അവൈലബിലിറ്റി, നമ്മളുടെ കയ്യിലുള്ള വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ പ്രോക്സിമിറ്റി ടു യുവർ പാരൻസ് ഓർ ഹോം എന്നുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ എത്രമാത്രം വലിയ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കണം എന്നുള്ളത്, ഇനി എല്ലാത്തിനും ഉപരിയായിട്ട് നമുക്ക് ബേസിക്കലി വലിയ സാലറി വേണം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ വലിയ സാലറി വേണം, അതേപോലെ തന്നെ നമുക്ക് വീടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് പഠിക്കാം. നമുക്ക് അതേപോലെ തന്നെ കുറച്ചും കൂടി മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ മാർക്ക് കുറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് സെറ്റിൽ ആവാനുള്ള ഓപ്ഷൻസ്, എല്ലാ ഓപ്ഷൻസും നമുക്ക് ഈ UAE ഈ പറയുന്ന കോളേജുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.